എൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. എനിക്ക് ഇനി ഇത് ഏത് കാലത്ത് ഇത് ശരിയായി കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടികൾക്ക് ആരുമില്ല, ഞാൻ അല്ലാണ്ട് ആരുമില്ല. എന്തെങ്കിലും ഒരു വഴി നിങ്ങളെത്തിക്ക് ഞാൻ കൈ നീട്ടി വരികയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെത്തിക്ക് കൈ നീട്ടി വരുന്നത്. എനിക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് വേദന അളകും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് സഹായിക്കുക, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി വരുന്നത്. എൻ്റെ അച്ഛൻ്റെ ഈ ക്യാൻസർ എന്ന ഈ രോഗം ആർക്കും വരാതിരിക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നാലൊന്നും ആർക്കും പിടിച്ചിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ 3 പേരും ഒന്നും ആയിട്ടില്ല. എനിക്കൊരു ജോലിയും കൂടി ആയിട്ടില്ല. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണമെങ്കിൽ എൻ്റെ അച്ഛൻ നന്നായി നല്ല രീതിയിൽ വരണം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കാരണം എൻ്റെ അച്ഛനെ അല്ലാണ്ട് എനിക്ക് ആരുമില്ല. ഞങ്ങൾ 3 മക്കളാണ്, പെൺകുട്ടികളാണ്. ഞങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ദൈവത്തെ ഓർത്ത് ഞാൻ പറയാണ്. അച്ഛൻ്റെ സ്ഥിതി ഇതാണ്, വളരെ മോശമാണ്. ഞങ്ങൾക്ക് കീമോക്കും റേഡിയേഷനും ഒന്നും പോകാനുള്ള ഒരു വകയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടത്. 1 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ എൻ്റെ അച്ഛനുമായിട്ട് ഹോസ്പിറ്റൽ കേസുമായിട്ട് നടക്കുകയാണ്. ഞങ്ങൾക്ക് കുറേ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് സഹായിച്ച് ഞങ്ങളെ ഒന്ന്, എൻ്റെ അച്ഛൻ്റെ ഇത് മാത്രം ഒന്ന് മാറ്റി കിട്ടിയാൽ മാത്രം മതി. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയണില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ ഉന്തിത്തള്ളി പോയിക്കോളാം. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പറയുക. ഇതുവരെ ഞങ്ങൾ ഒന്ന് നേരം പോലെ ഒന്ന് വയറ് നിറച്ച ചോറ് കഴിച്ചിട്ടില്ല, ഒരു രുചിയായിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ, അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കുക? ഇതുവരെ അതിനുള്ള ഒരു പൈസ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസമെങ്കിലും ഞങ്ങളൊന്ന് വയറ് നിറച്ച് കഴിച്ചിരുന്നെങ്കിൽ പറഞ്ഞു. അത് ഇപ്പം എനിക്കൊന്നും വേണ്ട. എൻ്റെ അച്ഛന് ഹോസ്പിറ്റലിൽ പോകാനും എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള ഒരു കുറച്ച് ഞാൻ കുറേ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പൈസ എനിക്ക് നിങ്ങളുടെ മനസ്സറിഞ്ഞു ഒന്ന് തന്ന് സഹായിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. 1 വർഷമായി എൻ്റെ ഭർത്താവിന് ഈ അസുഖം ബാധിച്ചിട്ട്. 1 വർഷം ഞാൻ മുടങ്ങാതെ ഞാൻ ഇതുവരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. പക്ഷെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ചിട്ട് എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഈ 3 മക്കളേനെ നോക്കാൻ നിങ്ങൾ എന്നെ മനസ്സറിഞ്ഞ് സഹായിക്കണം. ഒരിക്കൽ ഇങ്ങനെ നേരം പോലെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഇപ്പോഴേക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം ഉള്ളത് അടിച്ചുണ്ടാക്കി കൊടുക്കണം. അപ്പം അത് കാരണം എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ 3 മക്കളുടെ കാര്യം, അവർക്ക് നിത്യച്ചെലവുകൾ ഞങ്ങളുടെ കഴിഞ്ഞു പോകണ്ടേ? അതിനും കൂടി ഞങ്ങൾക്കൊരു വക ഇല്ല. ഞങ്ങളെ സഹായിക്കാനും ആൾക്കാരില്ല. ഇനി കൂടുതലൊന്നൊക്കെ പറയല്ല. എൻ്റെ ഭർത്താവിനുമായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. 1 വർഷത്തെ ചികിത്സ മുടങ്ങാതെ ഞാൻ ചെയ്തെങ്കിലും എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്ത് അവരെ നേരെയാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ട് എൻ്റെ കൂടെ എപ്പോഴും കാണാൻ എനിക്ക് അവരെ വേണമെന്നൊക്കെ ഞാൻ ദൈവത്തിനോട് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണം. എന്താ വേദനയൊക്കെ ഉണ്ടോ ചേട്ടാ? വേദന ഉണ്ട്, സഹിക്കാൻ പറ്റില്ല ചില സമയത്ത്. അത്ര വേദന, 4-5 നേരമൊക്കെയാണ് ഞാൻ ഗുളിക കഴിക്കുന്നത് വേദന ഉണ്ട്. കാരണം എന്താ വെച്ചാൽ താടിയിൽ വെട്ടിയിട്ട് സംസാരിക്കാൻ പോലെ ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ അവസ്ഥ. കഞ്ഞി കുടിക്കാൻ കഴിക്കില്ല, കഞ്ഞിയൊക്കെ ജ്യൂസ് അടിച്ചിട്ടാണ് ഞാൻ കുടിക്കാറ്. അങ്ങനത്തെ അവസ്ഥ എനിക്ക്. കുറച്ച് കാലം, അധികമൊന്നും വേണ്ട, എൻ്റെ കുട്ടികളുടെ കുറച്ച് കാലമൊക്കെ ജീവിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അവസ്ഥ. നിങ്ങളെങ്ങനെ രക്ഷപ്പെടുത്തി തരണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ സുഷാമ്പലമ്പൂരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർപ്പളശ്ശേരിക്കടുത്ത് മയ്യത്തുങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ശശിയേട്ടൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് ശശിയേട്ടന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം വികൃതമായിട്ടിരിക്കുകയാണ്. ചികിത്സയ്ക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പം എന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. സുശാന്തേട്ടൻ വന്നിട്ടൊരു വീഡിയോ ചെയ്തു തരണം, അച്ഛൻ്റെ ചികിത്സ നടത്താനിപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അവരെ വിളിച്ചിരുന്നത്. ഒരു 2 വർഷം മുന്നേ വരെ ഇദ്ദേഹം നമ്മളെയൊക്കെ പോലെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ കണ്ടാൽ
നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലേക്കാണ് ഇപ്പം ഇന്ന് മാറിയിട്ടുള്ളത്. പണമില്ലാത്തവൻ്റെ പേരിൽ ഒരിക്കലും ശശിയേട്ടൻ്റെ ചികിത്സ നടക്കാതെ പോകരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും ശശിയേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്.